ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വാർത്തകളിൽ നിറഞ്ഞിരിക്കുകയാണ് പ്രശസ്ത ഗായകൻ ഉദിത് നാരായൺ. ഒരു ലൈവ് കോൺസേർട്ടിനിടെ ആരാധികയെ ഉദിത് ചുംബിക്കുന്ന വീഡിയോ ഏറെ വൈറലും വിവാദവുമായിരുന്നു. ഒപ്പം ഫോട്ടോ എടുത്ത ശേഷം ഉദിത്തിന്റെ കവിളിൽ ചുംബിച്ച ആരാധികയെ ചേർത്ത് പിടിച്ച് ചുണ്ടിൽ ചുംബിച്ചതോടെയാണ് ഉദിത്തിനെതിരെ വിമർശനമുയർന്നത്. എന്നാൽ വിമർശനങ്ങളൊന്നും വകവെക്കുന്നില്ലെന്ന തരത്തിലാണ് ഉദിത് ഇപ്പോൾ വിഷയത്തോട് പ്രതികരിച്ചിരിക്കുന്നത്. ഒരു ബോളിവുഡ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ പ്രവൃത്തിയെ ന്യായീകരിക്കുകയാണ് ഉദിത്. ഈ പ്രായത്തിൽ താൻ എന്തിനാണ് അനാവശ്യ വിവാദം ഉണ്ടാക്കുന്നതെന്നും ആരാധകരോടുള്ള ബന്ധത്തിന്റെ തെളിവാണ് ആ കണ്ടതെന്നുമാണ് ഉദിത്തിന്റെ വാദം. ആരാധകർ തന്നെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ താൻ അവരെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും അതാണ് അന്ന് ആ വേദിയിൽ കണ്ടതെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് ഉദിത്. ഉദിത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നിങ്ങൾ എൻ്റെ വാക്കുകളിൽ എന്തെങ്കിലും കുറ്റബോധമോ സങ്കടമോ കാണുന്നുണ്ടോ? എന്തിനാണിതൊക്കെ? ഒരു തരത്തിൽ നിങ്ങളോട് ഇതിന് മറുപടി പറയുമ്പോൾ പോലും ചിരിയാണ് എനിക്ക് വരുന്നത്. ആരാധികയെ ചുംബിച്ചതിൽ ഒരു അധാർമികതയും ഞാൻ കാണുന്നില്ല. അതൊരു രഹസ്യമായ ചെയ്തിയായിരുന്നോ? അല്ല, പബ്ലിക്കായി ചെയ്തതാണ്. പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ തന്നെയാണ് ആ വീഡിയോ എത്തിയതും. എൻ്റെ ഹൃദയം നിഷ്കളങ്കമാണ്. ഞാൻ ചെയ്ത പ്രവൃത്തികളിലും കള്ളമില്ല. അതിൽ മ്ലേച്ഛമായത് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നവരോട് സഹതാപമേ എനിക്കുള്ളൂ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുകയാണ്. എന്നെ അവർ കുറച്ചുകൂടി പ്രശസ്തനാക്കി. ഈ വയസ്സിൽ ഇനി പ്രശസ്തിക്ക് വേണ്ടി ഞാൻ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? എനിക്കെല്ലാം കിട്ടിയില്ലേ? ആരാധകരോട് അത്രയും ദൃഢമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ മോശം, വിവാദപരം എന്നൊക്കെ പറയുന്ന ഈ പ്രവൃത്തി ആ സ്നേഹത്തിന്റെ പ്രകടനമാണ്. എൻ്റെ ആരാധകർ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ അവരെ അതിലേറെ സ്നേഹിക്കുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഉദിത് നടത്തിയ US കാനഡ ടൂറിന്റെ ഭാഗമായി നടന്ന പരിപാടിയുടെ വീഡിയോ ആണ് വൈറലായത്. ഇതിപ്പോൾ പ്രചരിപ്പിക്കപ്പെട്ടതിന് പിന്നിൽ ദുരുദ്ദേശമുണ്ടെന്നാണ് ഉദിത് പറയുന്നത്. തന്നെ തകർക്കാൻ വീഡിയോ പ്രചരിപ്പിച്ചവർ തന്റെ ഉയർച്ച കണ്ടോളൂ എന്നുമൊക്കെ ഉദിത് ഇന്റർവ്യൂവിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. തന്റെ കാലത്തുള്ള ഗായകരിൽ ലതാ മങ്കേഷ്കറിന് ഏറ്റവും പ്രിയം തന്നോടായിരുന്നുവെന്നും മറ്റാരുടെ ഒരു അഭിപ്രായവും താൻ വകവെക്കുന്നില്ലെന്നുമൊക്കെ പോകുന്നു ഉദിത്തിന്റെ ന്യായീകരണങ്ങൾ. ഉദിത്തിനെ ആരാധിക ആദ്യം ചുംബിച്ചതുകൊണ്ടാണ് ഉദിത് അവരെ തിരിച്ചു ചുംബിച്ചതെന്നും ഒരു മറുവാദമുണ്ട് സോഷ്യൽ മീഡിയയിൽ. പക്ഷേ ഇതിന് ഉദിത്തിനെ എതിർക്കുന്നവർ തന്നെ കൃത്യമായ മറുപടിയും നൽകുന്നുണ്ട്. ഒന്നാമത്, ചുണ്ടിൽ ചുംബിച്ചല്ല ഒരാളോട് സ്നേഹപ്രകടനം നടത്തേണ്ടതെന്ന വസ്തുതയാണ്. രണ്ടാമത്, തന്നെ ചുംബിക്കാൻ ഉദിത്തിന് ആ പെൺകുട്ടി സമ്മതം നൽകിയിട്ടില്ലെന്ന ചൂണ്ടിക്കാട്ടലും. ഉദിത്തിനെ ചുംബിക്കാൻ അദ്ദേഹം സമ്മതം നൽകിയോ എന്ന ചോദ്യത്തിന് ഉദിത്തിന്റെ തന്നെ അനുചിതമായ മറ്റു വീഡിയോകൾ കുത്തിപ്പൊക്കിയാണ് സോഷ്യൽ മീഡിയ മറുപടി നൽകുന്നത്. ഉദിത് യുവതിയുടെ ചുണ്ടിൽ ചുംബിച്ചത് അത്ര നിഷ്കളങ്കമായി കാണാനാവില്ലെന്നും വിവാഹിതനായ ഉദിത്തിന്റെ അത്തരം ചെയ്തികൾ ആരാധകരുടെ സ്നേഹത്തിന്റെ പുറത്ത് ചെയ്യുന്നതാണോ എന്നും ഓർക്കണമെന്നൊക്കെ വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ശ്രേയ ഘോഷലിനെയും അൽക്ക യാഗ്നിക്കിനെയും അടക്കം ഉദിത് അനൗചിത്യപരമായി ചുംബിച്ച വീഡിയോകളാണ് സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കുന്നത്. ഹിന്ദി റിയാലിറ്റി ഷോയായ ഇന്ത്യൻ ഐഡലിന്റെ വേദിയിൽ വെച്ചാണ് അൽക്ക യാഗ്നിക്കിനെ ഉദിത് അപ്രതീക്ഷിതമായി ചുംബിച്ചത്. അൽക്ക പാടുന്നതിനിടെ ഉദിത് ഓടിയെത്തി പൊടുന്നനെ ഇവരെ ചുംബിക്കുകയായിരുന്നു. മറ്റൊരു വേദിയിലും അൽക്കയ്ക്ക് നേരെ ഉദിത്തിന്റെ ഭാഗത്തു നിന്ന് ഈ പെരുമാറ്റമുണ്ടായി. രണ്ട് വീഡിയോകളിലും അൽക്ക പെട്ടെന്ന് അസ്വസ്ഥയാകുന്നത് വ്യക്തമായി കാണാം. മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം നൽകുന്നതിനിടെയാണ് ശ്രേയ ഘോഷലിനെ ഉദിത് അവരുടെ സമ്മതമില്ലാതെ ചുംബിച്ചത്. ഉദിത്തിന്റെ പെരുമാറ്റത്തിൽ ശ്രേയ ഞെട്ടുകയും അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്തെങ്കിലും ഉദിത് നിർത്താൻ ഭാവമില്ലായിരുന്നു. ഉദിത്തിന്റെ അടുത്ത് നിൽക്കാൻ പോലും മടികാട്ടിയ ശ്രേയയെ അന്ന് ഉദിത് ചേർത്ത് പിടിച്ച് ഒരു പ്രസംഗം തന്നെ നടത്തിയിരുന്നു. സ്ത്രീകളെ ഇത്രയധികം അപമാനിക്കുന്ന ഉദിത്തിന് അവരോട് എന്ത് ചെയ്താലും അത് സ്നേഹത്തിന്റെ പുറത്താണെന്ന് വരുത്തി തീർക്കാൻ അധികം കഷ്ടപ്പാടൊന്നും വേണ്ടെന്നാണ് മിക്കവരും ചൂണ്ടിക്കാട്ടുന്നത്. ഉദിത് പുരുഷന്മാരെ ഇത്തരത്തിൽ ചുംബിച്ച് കാണുന്നില്ലല്ലോ എന്നും പലരും വിമർശിക്കുന്നുണ്ട്. സ്ത്രീകളോടുള്ള അപമര്യാദയ്ക്ക് ഉദിത് പരസ്യമായി മാപ്പ് പറയണമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഭൂരിഭാഗം ആളുകളും ആവശ്യപ്പെടുന്നത്.